ഞാൻ എപ്പോഴും ഏത് കാര്യത്തിലും ഏത് വാക്കായാലും ജനനായാലും മരണമായാലും പ്രേമായാലും എനിക്ക് എൻ്റെതായ ഒരു ഡെഫിനിഷൻ ഉണ്ട്. പ്രേമം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒരു ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞോട് പറയാം. ഞാൻ പറയാം, ഇപ്പോൾ കടലാസിൽ മഷി കൊണ്ടെഴുതിയ ഒരു കവിതയല്ല പ്രണയം, ഹൃദയത്തിൽ ചോര കൊണ്ടെഴുതിയ മഹാകാവ്യമാകണം പ്രണയം എന്നാണ്. ഇതന്നെയാണ് ശരിക്കും ഈ കാളിദാസൻ കവിത എന്ന സിനിമയിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ഇത് തന്നെയാണ്. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. നമ്മൾ പലപ്പോഴും നമ്മളെ ഒരാൾ നമ്മളെ എത്ര സ്നേഹിക്കണം, ആ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നില്ല. ദാറ്റ് ഈസ് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോയിന്റ് ക്ലിയർ ആക്കാം. നമുക്കിപ്പോൾ ഒരു പെൻസിൽ വേണം. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ടാവും, നമ്മൾ അവനോടാണ് പെൻസിൽ ചോദിക്കുന്നത്. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവും, അവൻ നമുക്ക് പെൻസിൽ നീട്ടിയാൽ പോലും നമ്മളത് വാങ്ങില്ല. അല്ല, ഏറെക്കുറെ നമ്മുടെ ലൈഫിൽ വരുന്ന എന്നും സംഭവിക്കുന്ന ഒരു കാര്യം. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ഈ സിറ്റുവേഷൻ കോളേജിലും പിന്നീട് നമ്മൾ ഹോസ്റ്റൽ ലൈഫിലും വരും. ഇതിലൊക്കെ സംഭവിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ലോകത്ത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം. ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് എന്താണ്, ആ വ്യക്തി നമ്മളെ കാര്യത്തിൽ കെയർ കാണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ ഈ കെയർ ഏറ്റവും വലിയൊരു ഉപദ്രവമാണ്. ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരാൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ അവരെ വില മനസ്സിലാക്കാതിരിക്കും. അപ്പം ഞാൻ ഇവിടെ പറയുന്ന പോയിന്റ് ഇതാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മളൊരു സമുദ്രത്തിൽ ഒരു മീൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ മീനിനെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ അതിനൊരു ശ്വാസം കിട്ടില്ല. ആ സമയത്താണ് മീൻ മനസ്സിലാക്കുന്നത്, ആ സമുദ്രത്തിലെ വെള്ളം കാരണം ഇരുന്ന് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ആ വെള്ളത്തിനുള്ളിൽ കിടന്നപ്പോൾ അതിന് വെള്ളം, എന്ത് വെള്ളം അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു മൈക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഒരു മീനോട് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളവും ഞാനായിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ സ്വന്തം നിലയിൽ ജീവിക്കുന്നു എന്നാണ് അത് പറയാം. പുറത്ത് ഇടുമ്പോഴാണ് അയ്യോ എനിക്ക് ഇത്തിരി വെള്ളം കിട്ടിയെന്ന് എനിക്ക് ലൈഫ് കിട്ടുമെന്നത്. അപ്പോഴേക്കും കൈവിട്ടു, കോളേജിൽ പോയപ്പോഴുള്ള അല്ല, അപ്പോഴേക്കും നമുക്ക് കൈവിട്ടു പോകും.